നമസ്കാരം. ആധുനിക കാലഘട്ടത്തിൽ വിമാനയാത്രകൾ എന്നത് കേവലം യാത്രാമാർഗങ്ങൾ എന്നതിലുപരി കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഇടങ്ങളാണ്. നൂറുകണക്കിന് യാത്രക്കാരുടെ ജീവൻ പൈലറ്റിൻ്റെയും വിമാനത്തിലെ ജീവനക്കാരുടെയും കൈകളിൽ സുരക്ഷിതമായിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ ഒരൊറ്റ വ്യക്തിയുടെ അപ്രതീക്ഷിതമായ നീക്കം പോലും വലിയ ദുരന്തങ്ങൾക്ക് വഴിവെച്ചേക്കാം. ഇത്തരത്തിൽ രാജ്യാന്തര ശ്രദ്ധ ആകർഷിച്ച ഒന്നായിരുന്നു ബംഗളൂരുവിൽ നിന്ന് വാരണാസിയിലേക്ക് പുറപ്പെട്ട ഇൻഡിഗോ വിമാനത്തിൽ ഇക്കഴിഞ്ഞ ശനിയാഴ്ച അരങ്ങേറിയ വിചിത്രമായ സംഭവങ്ങൾ. വിമാനം ലാൻഡ് ചെയ്യാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ എമർജൻസി വാതിൽ തുറക്കാൻ ശ്രമിച്ച യാത്രക്കാരനും അതിന് അയാൾ നൽകിയ പ്രേതബാധ എന്ന വിശദീകരണവും വിമാന സുരക്ഷയെയും യാത്രക്കാരുടെ മാനസിക നിലയെയും കുറിച്ചുള്ള പുതിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. ബംഗളൂരുവിൽ നിന്ന് രാത്രി 8:15 പുറപ്പെട്ട 6E185 എന്ന ഇൻഡിഗോ വിമാനത്തിലാണ് ഈ നാടകീയമായ സംഭവങ്ങളൊക്കെയും അരങ്ങേറുന്നത്. ഉത്തർപ്രദേശിലെ മൗ ജില്ലയിൽ നിന്നുള്ള മുഹമ്മദ് അദ്നാൻ എന്ന യാത്രക്കാരൻ യാത്ര ആരംഭിച്ച് കേവലം 15 മിനിറ്റുകൾക്കുള്ളിൽ തന്നെ വിമാനത്തിലെ സുരക്ഷാ വാതിൽ അനാവശ്യമായി സ്പർശിക്കുവാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ വിമാനത്തിലെ ക്യാബിൻ ക്രൂ കൃത്യമായി ഇടപെടുകയും അയാൾക്ക് താക്കീത് നൽകുകയും ചെയ്തു. അതൊരു അബദ്ധം മാത്രമാണെന്ന് കരുതി യാത്ര തുടർന്നുവെങ്കിലും വിമാനം വാരണാസിയിലെ ലാൽ ബഹദൂർ ശാസ്ത്രി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യാൻ തയ്യാറെടുക്കവേ സ്ഥിതിഗതികൾ പെട്ടെന്ന് വഷളായി. വിമാനം ഭൂമിയിൽ നിന്നും ഏകദേശം 500 അടി മാത്രം ഉയരത്തിൽ നിൽക്കുമ്പോൾ അതിനാൽ വീണ്ടും എമർജൻസി വാതിൽ തുറക്കാൻ ആഞ്ഞു പിടിച്ചു. ആയിരക്കണക്കിന് അടി ഉയരത്തിൽ വിമാനം പറക്കുമ്പോൾ പുറത്തെ വായു സമ്മർദ്ദം കാരണം ഇത്തരം വാതിലുകൾ തുറക്കുക അസാധ്യമാണ് എങ്കിലും ലാൻഡിംഗ് സമയത്ത് വായു സമ്മർദ്ദം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ഇത്തരം ശ്രമങ്ങൾ വലിയ അപകട സാധ്യതയാണ് ഉയർത്തുന്നത്. ഈ നിർണായക ഘട്ടത്തിൽ വിമാനത്തിലെ ജീവനക്കാരും പൈലറ്റും കാണിച്ച മനസാന്നിധ്യം വലിയൊരു ദുരന്തം ഒഴിവാക്കുകയായിരുന്നു. യാത്രക്കാരൻ്റെ നീക്കം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ പൈലറ്റ് ലാൻഡിംഗ് ശ്രമം ഉപേക്ഷിക്കുകയും വിമാനം വീണ്ടും ഉയരത്തിലേക്ക് പറത്തുകയും ചെയ്തു. വിമാനയാത്രയിലെ ഗോ അറൗണ്ട് എന്ന ഈ സുരക്ഷാ പ്രക്രിയയിലൂടെ വിമാനം സുരക്ഷിതമായ ഒരു ഉയരത്തിൽ എത്തിച്ച ശേഷം 10 മിനിറ്റോളം വൈകിയാണ് ലാൻഡ് ചെയ്തത്. ഈ സമയം വിമാനത്തിനുള്ളിൽ ഉണ്ടായിരുന്ന യാത്രക്കാർ അങ്ങേയറ്റം ഭയചകിതരായിരുന്നു. എങ്കിലും ജീവനക്കാരുടെ സമയോചിതമായ ഇടപെടൽ കാരണം എല്ലാവരും സുരക്ഷിതരായി വാരണാസിയിൽ ഇറങ്ങി. വിമാനം ലാൻഡ് ചെയ്ത ഉടൻ തന്നെ വിമാനത്താവളത്തിലെ സുരക്ഷാ സേനയെ CISF ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും പോലീസിന് കൈമാറുകയും ചെയ്തു. പിടിക്കപ്പെട്ട ശേഷം അദ്നാൻ നൽകിയ മൊഴികളാണ് ഈ സംഭവത്തെ കൂടുതൽ വിചിത്രമാക്കുന്നത്. പ്രാഥമിക ചോദ്യം ചെയ്യലിൽ താൻ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് അറിയില്ലെന്ന് പറഞ്ഞ ഇയാൾ പിന്നീട് താൻ പ്രേതബാധിതനാണെന്നും പ്രേതത്തിൻ്റെ പ്രേരണയിലാണ് വാതിൽ തുറക്കാൻ ശ്രമിച്ചതെന്നും അവകാശപ്പെടുന്നു. എന്നാൽ പോലീസ് സ്റ്റേഷനിലെ ചോദ്യം ചെയ്യലിൽ ഇയാൾ മൊഴി മാറ്റി പറഞ്ഞു. ഗോവയിൽ വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങുകയായിരുന്നുവെന്നും താൻ തിരിക്കാൻ ശ്രമിച്ച കൈപ്പിടി എമർജൻസി വാതിലിൻ്റെതാണെന്ന് അറിയില്ലായിരുന്നുവെന്നുമാണ് ഇയാൾ പിന്നീട് മാറ്റി പറഞ്ഞത്. മദ്യപാനമോ മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗമോ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ മാനസിക അസ്വാസ്ഥ്യമോ ആണോ ഇത്തരമൊരു പെരുമാറ്റത്തിന് പിന്നിലെന്ന് അധികൃതർ അന്വേഷിച്ചു വരികയാണ്. ഇയാളുടെ കുടുംബത്തെ വിവരം അറിയിച്ചിട്ടുണ്ടെന്നും വിശദമായ അന്വേഷണം നടന്നു വരികയാണെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സംഭവം വിമാനയാത്രകളിലെ സുരക്ഷാ മുൻകരുതലുകളെക്കുറിച്ച് ഗൗരവകരമായ ചില ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ആദ്യത്തെ തവണ വാതിൽ തുറക്കാൻ ശ്രമിച്ചപ്പോൾ ഇയാൾക്കെതിരെ കൂടുതൽ കർശനമായ നിരീക്ഷണം ആവശ്യമായിരുന്നുവോ എന്നത് ചിന്തിക്കേണ്ട വിഷയമാണ്. കൂടാതെ വിമാനയാത്രയ്ക്ക് മുൻപ് യാത്രക്കാരുടെ മാനസിക നില പരിശോധിക്കാൻ പ്രായോഗികമായ തടസ്സങ്ങൾ ഉണ്ടെങ്കിലും ആകാശയാത്രക്കിടെ അസ്വാഭാവികമായി പെരുമാറുന്നവരെ കൈകാര്യം ചെയ്യാൻ കൂടുതൽ കൃത്യമായ പ്രോട്ടോക്കോളുകൾ ആവശ്യമാണ് എന്ന് ഈ സംഭവം ഓർപ്പിക്കുന്നു. വിമാനത്തിനകത്തെ സമാധാനപരമായ അന്തരീക്ഷം തകർക്കുന്ന ഇത്തരം പ്രവണതകൾക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നത് ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. സാങ്കേതിക വിദ്യ എത്ര പുരോഗമിച്ചാലും ഒരു വ്യക്തിയുടെ വിവേചനശൂന്യമായ പ്രവൃത്തി മൂലം നൂറുകണക്കിന് ജീവനുകൾ അപകടത്തിലാകുന്നത് തടയാൻ കർക്കശമായ നിയമപരിരക്ഷയും അതീവ ജാഗ്രതയും അനിവാര്യമാണ്. വെബ് ഡെസ്ക് തത്തുമൈ TV.